ഹായ് വെൽക്കം ബാക്ക് ടു സ്റ്റഡി ടുഗെദർ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എപ്പിസ്റ്റസിസ് ആണ്. എപ്പിസ്റ്റസിസ് എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എപ്പിസ്റ്റസിസ് വന്നാൽ നമ്മളതെങ്ങനെ മാനേജ് ചെയ്യും, എന്തൊക്കെ മെഷേഴ്സാണ് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എപ്പിസ്റ്റസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ടൈമാണ്, അതായത് നോസ് ബ്ലീഡ് എന്നതിനുള്ള ഒരു മെഡിക്കൽ ടൈം. അപ്പം നോസ് ബ്ലീഡ് പെട്ടെന്ന് നമുക്കൊരു മുക്കിൽ കൂടെ ചോര വരുമെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയോ ചിന്തകളാണ് അല്ലേ. പക്ഷേ സത്യത്തിൽ അത് വളരെയധികം ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് മുക്കിൽ കൂടെ ചോര വരുന്നതെന്ന് പറയുന്നത്, നോസ് ബ്ലീഡ് എന്ന് പറയുന്ന സംഭവം. അപ്പം നോസ് ബ്ലീഡ് വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൂക്കിനുള്ളിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരുപാട് എന്താ പറയുക കാപ്പിലറീസ് ഉണ്ട്, അത് ആർട്ടറീസ് ഉണ്ട്, അതായത് രക്തക്കുഴലുകൾ, അതിൻ്റെ ചെറിയ ചെറിയ നാരുകൾ പോലെ ഉണ്ട്. അപ്പം ആ നാരുകൾ എന്തെങ്കിലും പ്രഷർ വരുമ്പോഴോ ഒക്കെ അതിങ്ങനെ പൊട്ടി അതിൽ നിന്ന് വരുന്നതാണ് ഈ ചോര, അതായത് ബ്ലഡ്. അങ്ങനെയാണ് നമുക്ക് നോസ് ബ്ലീഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കോസസ് ഇറ്റിയോളജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് നമ്മുടെ നോസ്, അതായത് നേസൽ മ്യൂക്കോസ, അതായത് ഉൾഭാഗം, നമ്മുടെ മൂക്കിന് ഉൾഭാഗത്ത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പം നോസ് ബ്ലീഡിങ്ങിനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ചില അലർജിക് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ, അലർജി ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് സ്നീസിങ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ദിസ് എ ചാൻസ് ഓഫ് നോസ് ബ്ലീഡിങ്. വേറെ ഒരു കാരണമാണ് ചില മെഡിക്കൽ കണ്ടീഷൻസ്, ഹൈപ്പർ ടെൻഷൻസ് ഒക്കെ ഉള്ളവർക്ക് ചാൻസസ് ഓഫ് ബ്ലീഡിങ് ഉണ്ട്, നോസ് ബ്ലീഡിങ് ഉണ്ട്. പിന്നെ ആൽക്കഹോളിൻ്റെ ഓവർ യൂസ്, ഡ്രഗ് യൂസ് അങ്ങനെയുള്ളവർക്കൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ആൻറ്റികോയാഗുലൻസ് ഉപയോഗിക്കുന്നവർ, അതായത് ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കപ്പോൾ ആൻറ്റികോയാഗുലൻസ് ഒക്കെ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ കഴിക്കുന്നവർക്ക് ദസ് എ ചാൻസ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് നമ്മുടെ മൂക്കിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുമല്ലോ, അപ്പോൾ ആ സമയത്ത് നോസ് ബ്ലീഡിന് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വല്ല ഇൻഫെക്ഷൻസ്, അല്ലാണ്ട് തന്നെ നമ്മുടെ നഖം വളർത്തുന്നവരുടെ തന്നെ അറിയാം, നഖം കൊണ്ടിങ്ങനെ സ്ക്രാച്ചസ് വരുന്ന സമയത്ത് നോസ് ബ്ലീഡ് ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു നോസ് ബ്ലീഡിങ് ഒക്കെ കണ്ടാൽ, ഇത് മെയിനായിട്ട് കുട്ടികളിൽ ഉണ്ടാകാനാണ് ചാൻസസ് കൂടുതൽ, അഡൾട്ട്സിലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ. കാരണം അതെന്ന് വെച്ചാൽ എൻ്റെ മൂക്കിനുള്ളിലൊരു എന്താ പറയുക, ഒരു കുരു പോലത്തെ ഒരു സംഭവം ഉണ്ട്. നമ്മളിപ്പോൾ എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അത് നമ്മൾ കോട്ടറൈസേഷൻ ചെയ്ത്, അതായത് കരിച്ചു കളഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ ബ്രദറിനുണ്ട് സെയിം, അവൻ ചെറുതാണ്. അപ്പോൾ അവന് ഇതുപോലെ നോസ് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അവൻ്റെ മ്യൂക്കസ്, അതായത് നേസൽ മ്യൂക്കോസ ഇപ്പോഴും ഡ്രൈ ആയിട്ട് അവന് നോസ് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളിത് പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ എന്താ മാനേജ്മെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ബ്ലീഡിങ് താഴോട്ടല്ലേ വരുന്നത്, അപ്പോൾ അത് നിർത്തണമെങ്കിൽ നമ്മൾ വിചാരിക്കും മേലോട്ടേക്ക് ഇങ്ങനെ പൊക്കി വെച്ചാൽ ബ്ലീഡിങ് നിൽക്കുമെന്ന്. പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. നമ്മൾ നോസ് ബ്ലീഡിങ്ങിൻ്റെ സമയത്ത്, എപ്പിസ്റ്റാസിസിൻ്റെ ടൈമിൽ വി ഷുഡ് ഡു ലൈക്ക് ദിസ്. നമ്മുടെ ഈ സെപ്റ്റം, അതായത് ഈ എല്ലിൻ്റെ ഒരു ഭാഗമല്ലേ, ആ എല്ല് ഭാഗം അല്ലാതെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഭാഗമല്ലേ, ആ ഭാഗം ഇങ്ങനെ പിഞ്ച് ചെയ്ത് നമ്മൾ ഹെഡ് ലേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവും. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട മാനേജ്മെൻറ്റ്. പിന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ നോസിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഡ്രൈ ആവാതെ സൂക്ഷിക്കുക. അതായത് സലൈൻ ഡ്രോപ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എപ്പോഴും മോയ്സ്റ്റ് കണ്ടൻറ്റുള്ള രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ക്രാച്ച് ചെയ്യാതിരിക്കുക, അതായത് മാന്താതിരിക്കുക മൂക്കിനുള്ളിൽ. അങ്ങനെ നമ്മുടെ അലർജീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള മെഡിസിൻസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക, ആവശ്യമുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് എപ്പിസ്റ്റാസിസ് അല്ലെങ്കിൽ നോസ് ബ്ലീഡിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് മാനേജ്മെൻറ്റ് രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ബ്ലീഡിങ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് ചെയ്തിട്ടും കുറയുന്നില്ല, ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ആയിട്ടും ഇറ്റ്സ് നോട്ട് സ്റ്റോപ്പ് എന്നാണെങ്കിൽ, ഹെവി ബ്ലീഡിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാവുന്നതാണ്. അപ്പം ഇതാണ് എപ്പിസ്റ്റാസിസ് അല്ലെങ്കിൽ നോസ് ബ്ലീഡ് എന്ന് പറയുന്നതിനെ പറ്റി ഒരു ഫസ്റ്റ് എയ്ഡ് മാനേജ്മെൻറ്റ്, ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം എല്ലാവർക്കും ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ആ ടോപ്പിക്കുമായിട്ട്
നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.